ഈ ഗഡ്ഗിൽ റിപ്പോർട്ട് അടക്കം ഈ മൂന്നാറിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാറ്റം എന്തായിരുന്നു എന്ന് അക്കാലത്ത് നിരീക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? വ്യക്തിപരമായിട്ട് ഞാൻ സിനിമ ചെയ്ത ഒരാളെന്നുള്ള അർത്ഥത്തിലല്ല, ഗഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് തീർച്ചയായിട്ടും കേരളം ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു റിപ്പോർട്ടാണെന്നും അത് ഏത് രീതിയിൽ നടപ്പാക്കണം അതെല്ലാം തീർച്ചയായിട്ടും അതിൻ്റെ ഭരണതലത്തിലൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതേക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയാൻ ആളല്ല. പക്ഷേ ഗഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൻ്റെ പശ്ചിമഘട്ട ആവാസ വ്യവസ്ഥയെ പറ്റി പഠിച്ച വളരെ വിശദമായൊരു റിപ്പോർട്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഏത് രീതിയിൽ, കാരണം അത്രയും സമഗ്രമായൊരു പഠനം ഇതിനു മുൻപോ അതിന് ശേഷമോ ഉണ്ടായിട്ടില്ല. അത് നടപ്പിലാക്കിയാൽ ഏറ്റവും ചിലപ്പോൾ പിന്നെ മൂന്നാറിനെ ആയിരിക്കും അത് ഏറ്റവും അധികം ബാധിക്കുകയും ചെയ്യുക. അത് പോസിറ്റീവായിട്ടായാലും നെഗറ്റീവായിട്ടായാലും മൂന്നാറിനൊരു സവിശേഷമായിട്ടുള്ളൊരു പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മറ്റ് പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കുടിയേറ്റം നടക്കുന്നു, ഏറ്റവും വലിയ നിർമ്മിതികൾ നടക്കുന്നു, അല്ലേ? അതെ, 2018 പ്രളയം മാത്രമാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷേ നിരന്തരമായിട്ട് ഉരുൾപൊട്ടലുകളും മണ്ണൊലിപ്പും എല്ലാം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പം വന്യജീവി ആക്രമണം വലിയ രീതിയിൽ അവിടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാടുകളുടെ അത് പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണത്. കാടുകൾ കുറയുന്നു എന്നുണ്ട്, കാടുകളുടെ വിസ്തൃതി കൂടുന്നു എന്നൊരു മറ്റൊരു വാദവും വേറെ ഭാഗത്ത് വരുന്നുണ്ട്. പക്ഷേ ഈ വിസ്തൃതമാകുന്ന വനം എന്ന് പറയുന്നത് നിബിഡ വനമാണോ എന്നൊരു വേറെ ചോദ്യം വരുന്നു. അവർക്ക് താമസിക്കാൻ വരുന്ന അവിടുത്തെ കാടിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? മറ്റൊന്ന് മാത്രമല്ല, വലിയ രീതിയിൽ ഇപ്പോഴും ഭൂമി തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ വേണ്ട രീതിയിൽ സർവേ നടത്താതെ കിടക്കുന്ന വലിയൊരു മേഖലയിൽ അനധികൃതമായി. അതെ, ഏക്കർ കണക്കിന്. അപ്പോൾ അതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു വാദം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള സർവേ നടത്തി എല്ലാവർക്കും ഭൂമി കൊടുക്കുക എന്നൊക്കെയുള്ള വാദങ്ങളാണ് അതിൻ്റെ പുറകിലുള്ളത്. എൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യരുടെ ആവാസ വ്യവസ്ഥിതി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യർക്ക് തീർച്ചയായിട്ടും സമാധാനമായിട്ടും സ്വതന്ത്രമായിട്ടും ജീവിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടായി വരേണ്ടതുണ്ട്. അത് തന്നെയാണ് അവിടെ വേണ്ടത്. അവിടെയുള്ള ആളുകളുടെയും ആവശ്യം അവിടുന്ന്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ സിനിമ സംസാരിക്കുന്ന പോലെ ഗഡ്ഗിൽ കമ്മിറ്റി എവിടെയും ആളുകൾ കുടിയിറങ്ങണമെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ള വളരെ കൃത്യമായിട്ട് അതിനകത്ത് സംസാരിക്കുന്ന അവിടുത്തെ തന്നെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ അതിൽ തദ്ദേശവാസികളിൽ നിന്ന് അഭിപ്രായം തേടിയത്. തദ്ദേശവാസികളായിട്ടുള്ള ആളുകൾ ആ രീതിയിൽ അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ഇതേപ്പറ്റിയുള്ള ആശങ്കകൾ അതുകൂടി അകറ്റേണ്ടതുണ്ട്. അതായത് അതേപ്പറ്റി ആശങ്കകൾ ഉണ്ടെങ്കിൽ, കാരണം നമുക്ക് ഒരു ജനസമൂഹത്തെ ആരുടെയൊക്കെ ഇതിന് വേണ്ടിയിട്ടാണോ, അവരുടെ കൂടി വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ കൂടി ഒരു മുന്നോട്ട് പോക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വരുമ്പോൾ, അപ്പോൾ അതേക്കുറിച്ചുള്ള ജനസാമാന്യത്തിൻ്റെ ഒരു ആശങ്കകളെ കൂടി പരിഹരിച്ചുകൊണ്ടായിരിക്കണം അതിൻ്റെ ഒരു നടപ്പിലാക്കേണ്ടത് എന്നുകൂടി അതിനോട്ട് നമുക്ക് പറയേണ്ടി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു രാമദാസിൻ്റെ രണ്ടാമത്തെ ഡോക്യുമെൻ്ററിയിലേക്ക് വന്നാൽ, ബിയോണ്ട് ദ ഹേട്രഡിലേക്കും വന്നാൽ, തീർച്ചയായിട്ടും അതിൻ്റെ ഫോമിലൊക്കെ വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രമേയത്തിൽ ഇന്ത്യയിൽ ആകമാനം നടന്നിട്ടില്ല, അല്ലേ? കത്തുയിൽ, ഹസ്രത്തിൽ, അതുപോലെ തന്നെ ഇന്ത്യയിൽ കേരളത്തിൽ നടന്നിട്ടുള്ള പാലത്തായിലും അതുപോലെ വാളയാറിലും ഒക്കെ നടന്നിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ഈ സ്ത്രീ പീഡനങ്ങളുടെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള വലിയ അതിക്രമങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് ബിയോണ്ട് ദ ഹേറ്റർ ആൻഡ് പവർ ഉണ്ടാകുന്നത്. ഈ സിനിമയിലേക്ക് വളരെ ഒന്നാമത്തെ മണ്ണ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് രണ്ടാമത് ഈ വിഷയത്തിലേക്ക് രാമദാസ് എത്തിയത്? സത്യത്തിൽ മണ്ണ് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ സിനിമയിലേക്ക് എത്തിയതെങ്കിലും സത്യത്തിൽ മണ്ണിന് മുന്നേ തന്നെ ഉള്ളിലുള്ളൊരു ആശയമായിരുന്നു സത്യത്തിൽ ബിയോണ്ട് ഹേറ്റർ ആൻഡ് പവർ VKP സിംഗിൻ്റേത്. പക്ഷേ മണ്ണ് കുറേ കൂടി കൺവെൻഷണലായൊരു ഡോക്യുമെൻ്ററി ഫോമിനെ, ഇൻ്റർവ്യൂ ആ രീതിയിൽ, പിന്നെ മണ്ണ് ആ സമയത്ത് സംഭവിച്ചതാണ്. അപ്പം അത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് 2018 പ്രളയം, 2015 പെൺപിള്ളേരുമേ സമരം, അപ്പോൾ ഇത്തരം കാര്യങ്ങളല്ല. അപ്പോൾ ഒരു 2015 തൊട്ട് 2020 വരെയുള്ള വർഷങ്ങൾ അതിൻ്റെ ഗവേഷണത്തിന് വേണ്ടിയും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും മാറ്റിവെക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ എത്രയോ മുൻപ് തന്നെ ഈ ബിയോണ്ട് ഹേറ്റർ ആൻഡ് പവർ VKP സിംഗ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അധികാരത്തിൻ്റെയും വെറുപ്പിൻ്റെയും എല്ലാം മുകളിൽ ഞങ്ങൾ പാടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള ഒരു സംഗതിയാണ് അതിനകത്ത് ഉള്ളത്. അത് രൂപപ്പെടുന്നത് ഇപ്പോൾ മാഷ് സൂചിപ്പിച്ച പോലെ നിശ്ചിതമായ ഇത്തരം വിഷയങ്ങളെ കേന്ദ്രീകൃതമായിട്ടല്ല. എനിക്ക് പെയിൻറ്റിങ്ങുമായിട്ട് എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഇഷ്ടമുണ്ട്. ചില ഗാലറികളുമായിട്ട് ബന്ധപ്പെട്ട ആ സമയത്ത് ഡൽഹി ജീവിതത്തിൻ്റെയൊക്കെ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആർട്ടിനെ ഞാൻ ഏറ്റെടുത്തിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ആർട്ടിനെ കാണുന്നത് സിനിമ കാണിക്കുന്ന പോലെ തന്നെ
അതിനകത്ത് എല്ലാവരും ഇരുന്ന് ഈവൻ നഗരമായ ശരീരങ്ങളെല്ലാം ചേർന്നിരുന്ന് കവിത ചൊല്ലി എല്ലാവരും പെയിൻ്റ് അടിച്ച് പാട്ട് പാടുന്ന ഒരു രീതിയിലാണല്ലോ അതിനകത്തുള്ളത്. അപ്പോൾ ആക്ടേഴ്സിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. അവരെല്ലാവരും ആ രീതിയിൽ പെർഫോമേഴ്സിനെ കൊണ്ടുവന്ന് ഫിക്ഷൻ സിനിമകളെ പോലെ അത് വളരെ 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 വിശദമായി സംസാരിക്കാം. അതെ, അപ്പോൾ ആ രീതിയിൽ അത് ചെയ്തൊരു സിനിമയാണത്. അപ്പം ആർട്ടിനെ ഞാൻ കലയെ കാണുന്നത് മനുഷ്യർ തമ്മിലുള്ള എല്ലാതരം വൈജാത്യങ്ങളെയും മാറ്റിയെടുക്കാനും എല്ലാവരെയും ഒന്നിച്ചു ചേർക്കാനും കലയ്ക്ക് വലിയ കഴിവുണ്ട്. അപ്പം ഒറ്റയ്ക്കിരിക്കുമ്പം പലതായിരിക്കുന്ന മനുഷ്യരെ പെയിൻ്റ് അടിച്ച് മാറുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഈ കലയിങ്ങനെ അപ്പോൾ എല്ലാതരം വൈജാത്യങ്ങളെയും മാറ്റിയെടുക്കുകയും ആ വൈജാത്യങ്ങളെല്ലാം ചേർത്ത് ചരടിലേക്ക് കോർത്തെടുക്കാനും, മാറിയിരിക്കുമ്പോൾ മാഷ് വേറൊരു വ്യക്തി, ഞാൻ വേറൊരു വ്യക്തിയാണ്, നമ്മൾ രണ്ട്. അപ്പം മനുഷ്യരെ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ള ഫോമിൽ തന്നെ മനുഷ്യരെ പ്രസൻറ്റ് ചെയ്തത്. അങ്ങനെ ശരീരത്തിനാണ് അത് സിനിമ പ്രധാനമായിട്ടും പറഞ്ഞത്. അതിൻ്റെ ഏറ്റവും അവസാനം ആ ഡോക്യുമെൻ്ററി ഏറ്റവും അവസാനം ഈ ഡോക്യുമെൻ്ററിക്ക് കാരണമായിട്ടുള്ള സംഭവങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഞാൻ ഈ അതിനകത്ത് സ്ത്രീകളുടെ ഒരു വിഷയം എന്ന നിലയിൽ വളരെ ശക്തമായിട്ട് സ്ത്രീകൾ അത് വളരെ കാഷ്വലായിട്ടുള്ള ടോക്ക് ആയാലും ശരി വളരെ ശക്തമായിട്ടൊരു പ്രമേയമായിട്ട് തന്നെ വരുന്നുണ്ട്. അത് ഒരു പൊമ്പിളി ഒരുമയുടെ ഒരു തുടർച്ച അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ലിങ്ക് ആയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം പെമ്പിളൊരുമ സമരമായിട്ട് ബന്ധപ്പെട്ടുള്ള മണ്ണ് ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ ആ സമയത്ത് കേരളത്തിൽ സ്ത്രീ ശരീരങ്ങളെ പറ്റിയിട്ടുള്ള ശരീരം എന്നുള്ള രീതിയിലേക്ക് അപ്പോൾ ജെൻഡർ കുറേയും കൂടി കോൺഷ്യസ് ആയിട്ട് സമൂഹം സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2020 വരുമ്പോഴേക്കും അതങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണല്ലോ കോവിഡും ഉണ്ടാകുന്നത്. അപ്പോൾ കോവിഡിൽ നമ്മളെല്ലാം ബ്ലോക്കായി പോയൊരു സമയം കൂടെയാണ്. ആ സമയത്ത് ജെൻഡർ മൂവ്മെൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്, LGBTQ മൂവ്മെൻറ്റുകൾ, ക്യൂർ മൂവ്മെൻറ്റുകൾ എല്ലാം ഇന്ത്യയിൽ പുഷ്ടിപ്പെടുന്നുണ്ട്, ശക്തിപ്പെടുന്നുണ്ട്. ക്യൂർ ആക്ടിവിസ്റ്റ് സമൂഹങ്ങൾ കുറേ കൂടി ജനാധിപത്യമായ അവകാശങ്ങൾക്ക് വേണ്ടി അവർ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം ക്യൂർ ആക്ടിവിസ്റ്റ് സമൂഹങ്ങൾ ഇന്ത്യയിൽ പലയിടത്തും നടത്തിയ പലതരം പ്രവർത്തനങ്ങളുടെയും പലതരം ഇതിൻ്റെയും ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള എന്താ പറയുന്ന സ്ഥാപനങ്ങൾ അത്തരത്തിലുള്ള വിധികളെല്ലാം പ്രസ്താവിക്കുകയും കൊണ്ടുവരികയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ ജനാധിപത്യപരമായ വലിയൊരു പോരാട്ടം ക്യൂർ സമൂഹങ്ങളുടെ ഇടയിൽ നിന്ന് കഴിഞ്ഞൊരു 10-15 വർഷങ്ങളായിട്ട് ഉള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്രയെങ്കിലും വിസിബിലിറ്റി. ഇപ്പം ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ് പേരെഴുതിക്കൊണ്ട് തന്നെ ഒരു ഇലക്ഷൻ നിൽക്കാനും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഒരു വോട്ട് ചെയ്യാനും ഒരു യാത്ര ചെയ്യാനുമുള്ള ഒരു അവകാശം തന്നെ ഇവർ ഈ ട്രാൻസ്ജെൻഡർ സമൂഹങ്ങളും ക്യൂർ സമൂഹങ്ങളും എല്ലാം നേടിയെടുക്കുന്നത് നിരന്തരമായിട്ടുള്ള എത്രയോ വർഷങ്ങൾ നീണ്ടിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷെ നമ്മൾ ഒരു ഭാഗത്ത് നോക്കിയാൽ ഈ ആ സമയത്ത് നടന്നിട്ടുള്ള പല രീതിയിലുള്ള റേപ്പ് ആണല്ലോ അത് വിഷയവൽക്കരിക്കുന്നത്. ഇവിടെ നമുക്ക് പൊതുവെ മാധ്യമ വാർത്തകളും സോഷ്യൽ മീഡിയ എല്ലാം പിന്തുടരുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. പലപ്പോഴും ഈ ബലാത്സംഗം എന്ന് പറയുന്ന വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു പ്രവൃത്തിയെ പലപ്പോഴും വസ്ത്രധാരണവുമായിട്ടോ മറ്റോ ബന്ധപ്പെടുത്തി സംസാരിക്കുന്ന ഒന്ന് പലപ്പോഴും നമ്മൾ അത് കാണാറുണ്ട്. വസ്ത്രമാണ് ഇതിൻ്റെ കാരണം, അല്ലെങ്കിൽ വസ്ത്രം ധരിച്ചതുകൊണ്ടാണ്. അത് പലപ്പോഴും അത്തരം എന്താ പറയുന്നത് ആ രീതിയിലുള്ള അവഹേളനം സഹിക്കേണ്ടി വരുന്നത് പലപ്പോഴും പലപ്പോഴും ഇരയോടൊപ്പം നിൽക്കുന്നതിന് പകരം ഇരയെ കൂടി ഇരയാക്കപ്പെട്ട വ്യക്തിയെ കൂടി അപമാനിക്കപ്പെടുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഉണ്ടാവുന്നുണ്ട്. ഇതേ തന്നെയാണ് LGBTQ സമൂഹങ്ങൾ നേരിടുന്നത്. അവരുടെയും ശരീരം തന്നെയാണ് സമൂഹത്തിൻ്റെ ഇതായിട്ട് വരുന്നത്. ട്രാൻസ്ജെൻഡർ സമൂഹങ്ങൾ പലപ്പോഴും കാസ്റ്റും ഈ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തി അപ്പോൾ ഇങ്ങനെ ശരീരത്തെ പ്രധാനമായിട്ടുള്ള ഒന്നാക്കി വയ്ക്കുക. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ശരീരം എന്ന് പറയുന്നത് അയാൾ പെർഫോം ചെയ്യാനുള്ള ഒരു ടൂള് മാത്രമാണ്. പൊതുസമൂഹത്തിനാണ് ഇതൊന്ന് മറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ ആ സമയത്ത് ഇത്തരം സംഭവങ്ങളും കൂടി നടക്കുന്ന ഒരു കാലമായതുകൊണ്ട് ആദ്യം രൂപപ്പെട്ട ഈ കലയെ യൂണിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന എല്ലാവരെയും ഒന്നിച്ച് നിർത്താൻ പറ്റുന്ന ഒരു കല. അപ്പോൾ ആ കലയിൽ അതിനകത്ത് എല്ലാം കൊണ്ടുവന്നു. പെയിൻറ്റിങ്ങിൻ്റെയും സംഗീതത്തിൻ്റെയും നൃത്തം, സംഗീതം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സാധ്യതകൾ അതിനകത്ത് കൊണ്ടുവരികയും ഡോക്യുമെൻ്ററിക്ക് മറ്റൊരു ഫോം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുകയും അതേസമയം തന്നെ പ്രധാനമായിട്ട് ആ സമയത്ത് സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഈ വിഷയങ്ങളിലേക്ക് അതിനെ ഘടിപ്പിക്കുകയാണ് സത്യത്തിൽ ബിയോണ്ട് ചെയ്തത്. മായ അഞ്ചലുടെ കവിതയാണ് അതിൻ്റെ കോർ തന്നെ. ആ സിനിമയിലേക്ക് എനിക്കൊന്ന് രാംദാസനെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ആ സിനിമക്ക് അടിസ്ഥാനമായിട്ടും ആ സിനിമയിലേക്ക് പ്രചോദിപ്പിച്ചതും ആ കവിതയിലെ വരികളാണ്. ഞങ്ങൾ തളരില്ല പൊരുതും എന്ന് പറയുന്ന വരികൾ. പിന്നെ അതിനെക്കുറിച്ച് രാംദാസ് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നിരവധിയായിട്ടുള്ള അവതരണങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ കവിത ത്രൂ ഔട്ട് അതിനകത്ത് പല കവിതകൾ, അതുപോലെ പാട്ടുകൾ,
ഗംഭീരമായിട്ടുള്ള പാട്ടുകൾ, അതിൽ ചില പാട്ടുകൾ വളരെ മനോഹരമായിട്ട് ദൃശ്യവൽക്കരിക്കാനും കൂടി കഴിഞ്ഞു. അപ്പോൾ പാട്ട്, കവിത, അവതരണങ്ങൾ, ഈ സംഗീതം, ഇതിലൂടെയാണ് നേരത്തെ രാമദാസ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രമേയങ്ങളെല്ലാം പരസ്പരം ഈ ശരീരത്തിൻ്റെ രാഷ്ട്രീയമായാലും അതുപോലെ ദലിത് സ്വത്വത്തിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളായാലും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നമായാലും ഒക്കെ ആ സിനിമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് സംഗീതം അല്ലെങ്കിൽ പാട്ട് അല്ലെങ്കിൽ കവിത ഇതിൽ കേന്ദ്രമായിട്ട് വരാനുള്ള ഒരു ആലോചന ഉണ്ടായത്? മായ ഏഞ്ചലോയുടെ സ്റ്റിൽ ഐ റൈസ് എന്നുള്ള കവിത തന്നെയാണ് ഇതിലേക്കുള്ളൊരു ചുവട്. ആ സ്റ്റിൽ ഐ റൈസ് എന്നുള്ളത് ഞാൻ മണ്ണ് എനിക്ക് തീർച്ചയായിട്ടും പൊതുവെ ഒരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് സന്തോഷം വരാറുണ്ട്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ, കലാകാരൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു സിനിമ നമുക്ക് ഒരുപാട് സന്തോഷം തരാറുണ്ട്. അത് വ്യക്തിപരമായിട്ട് ഒരുപാട് സന്തോഷം തരും, ഒരുപാട് യാത്രകൾക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സന്തോഷം തന്ന സിനിമയല്ല. വ്യക്തിപരമായിട്ട് അതെന്നെ ഒരുപാട് ദുഃഖിപ്പിക്കുകയും അതിൽ കണ്ട കാഴ്ചകളെല്ലാം ദിവസങ്ങളോളം മനസ്സിൽ അലട്ടുകയും, പ്രത്യേകിച്ച് മൂന്നാറിൻ്റെ പ്രളയ സമയമാണ്. ഒരുപാട് പേര് മരിച്ച വീടുകളിൽ പോകാനുള്ള ഇതുണ്ടായിട്ടുണ്ട്. ഉരുൾപൊട്ടി തകർന്നു പോയ വീടുകളെല്ലാം കണ്ടു. അതുമാത്രമല്ല, ഈ സമരമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകളുടെ പിന്നീടുള്ള ജീവിതത്തെ മനസ്സിലാക്കുന്നു. അവരെല്ലാം വളരെ വ്യക്തിപരമായിട്ട് പരിചയപ്പെടുകയും അറിയുകയും ചെയ്യുന്നു, അവരുടെ യാത്രകളിൽ പിന്നീടുണ്ടാകുന്ന ക്ലേശങ്ങളെപ്പറ്റി. അപ്പോൾ ഞാൻ മാനസികമായിട്ട് പോലും മണ്ണ് ചെയ്ത് അവസാനിക്കുന്നതോടുകൂടി മാനസികമായിട്ട് വളരെ സന്തോഷം കുറയുകയാണ് വ്യക്തി എന്നുള്ള നിലയിൽ എന്നിലുണ്ടായത്. ഒരുപക്ഷെ മണ്ണ് തുടങ്ങുന്നതിനേക്കാളും വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു തരത്തിലും മാനസിക സന്തോഷം തന്ന ഒരു സിനിമയേ അല്ല മണ്ണിൻ്റെ ഒരു വളരെ പ്രോസസ്സ് മാത്രമല്ല, പക്ഷെ മണ്ണ് ഒരുപാട് പേരെ ഇമോഷണലി ഹോണ്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഒരുപക്ഷെ അതിൽ ഇമോഷണലി ഹോണ്ട് ചെയ്യാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് ആ സിനിമയ്ക്കകത്തൊന്നും ചെയ്തിട്ടില്ലെങ്കിലും എന്നെ ഇമോഷണലി ഹോണ്ട് ചെയ്ത വിഷ്വൽസ് തന്നെയാണ് ആളുകളെയും ഇമോഷണലി ഹോണ്ട് ചെയ്യുന്നത്. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പം അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വിഷമം, ഒരു ദുഃഖം, ഇതെല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. അതെൻ്റെ അകത്ത് വന്ന വിഷമങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആ സിനിമ എന്നെ ഒരുപാട് വിഷമിപ്പിച്ച സിനിമയാണ്. അതുകൊണ്ട് തന്നെ മണ്ണിന് ശേഷം എടുക്കുന്നൊരു സിനിമ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതേ ട്രോമകളുടെ ഒരു തുടർച്ച എന്നിൽ ഉണ്ടാക്കുന്നത് എനിക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. അതേസമയം നമ്മൾ ചെന്ന് തൊടുന്ന വിഷയങ്ങളിലെല്ലാം ഇത്തരം ട്രോമയുടെ വാളയാർ പോലെയുള്ള വിഷയങ്ങളുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണവും അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഡോക്യുമെൻ്ററി എന്നുള്ള ഫോം തന്നെ കൊടുക്കുന്ന ഒരു സോഷ്യൽ, ഞാൻ വ്യക്തി എന്നുള്ള രീതി മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത്. ഡോക്യുമെൻ്ററികൾ പൊതുവെ ഏറ്റെടുക്കുന്ന ഒരു സോഷ്യൽ റിഫോർമേഷൻ്റെയോ ഒരു സോഷ്യൽ ആങ്സൈറ്റിയുടെയോ ഒക്കെ ഭാഗമായിട്ടുള്ള കണ്ടൻറ്റുകളാണ് അതിനകത്തുള്ളത്. അപ്പം ഇത്തരം ഏറ്റെടുക്കലുകളാണ് ഡോക്യുമെൻ്ററിയെ പ്രധാനമാക്കി നിർത്തുകയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മണ്ണിന് ശേഷം ചെയ്ത ബിയോണ്ട് അത്ര വലിയ ഇമോഷണലി ഹോണ്ടിങ് ആയിട്ടുള്ളൊരു സിനിമയല്ല. അത് വാസ്തവത്തിൽ ഇമോഷനെ കുറച്ച് പിടിക്കുകയാണ് ആ സിനിമയിൽ പ്രധാനമായിട്ടും ചെയ്തത്. അതുകൊണ്ട് കുറച്ച് ലൈറ്റായിട്ട്. അപ്പം പാട്ടുകൾ നമ്മളെപ്പോഴും റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കും. സിനിമയുടെ പാട്ടുകൾ എപ്പോഴും നമ്മൾ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ പാട്ടുകൾ റിലാക്സ് ചെയ്യുമ്പോഴും നമ്മൾ കേട്ടറിഞ്ഞ പാട്ടുകൾ ഈ റിലാക്സേഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക്, അതിൽ അനുഭൂതി എന്നുള്ളതിനപ്പുറത്തേക്ക്, ഞാൻ ആദ്യം സംഭാഷണത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അനുഭൂതിക്കപ്പുറത്തേക്ക് അതിന് രാഷ്ട്രീയമുണ്ട്, അതിന് കാര്യങ്ങൾ പറയാൻ കഴിയും, അതിനെ മറ്റു രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിലും കൂടി എന്നെ ഞാൻ അഡ്വാൻസ് ചെയ്യാനും കൂടി ഞാൻ സത്യത്തിൽ ബിയോണ്ടിൽ ഞാൻ സ്വതന്ത്രമായിട്ട് ശ്രമിച്ചു. കാരണം ബിയോണ്ടിൽ മണ്ണ് ചെയ്യുമ്പോൾ ഉള്ള ആദ്യത്തെ സിനിമയുടെ റെസ്ട്രിക്ഷൻസ് എനിക്ക് ബിയോണ്ടിൽ ഇല്ലായിരുന്നു. രണ്ടാമത് മണ്ണിൻ്റെ യാത്ര നടത്തിയതിൻ്റെ ഫിലിം മേക്കർ എന്നുള്ള രീതിയിലുള്ള ഞാൻ വ്യക്തിപരമായിട്ട് വന്ന ഒരു തുടർച്ചയിൽ എനിക്ക് ആ സിനിമ കുറേ കൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നല്ലൊരു ടീമുണ്ടായിരുന്നു. അത് മണ്ണ് വഴി രൂപപ്പെട്ട് വന്ന ഒരു ഗ്രൂപ്പും ആളുകൾ, എൻ്റെ പ്രേക്ഷകരായിട്ടൊക്കെ വന്ന ആളുകളൊക്കെ തന്നെയാണ് പിന്നീട് അതിൽ ആക്ടേഴ്സൊക്കെ ആയിട്ട് അതിനകത്ത് ഉണ്ടായത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ സംഗീതം തീർച്ചയായിട്ടും അതിനെ ബന്ധിപ്പിക്കുകയുണ്ടായി. അപ്പോൾ മായ ഏഞ്ചലോയുടെ കവിതയെ ഏറ്റെടുക്കുന്നതോട് കൂടിയിട്ട് സ്റ്റിൽ ഐ റൈസ് എന്നുള്ളത് കവിത ആയതുകൊണ്ട് അതിന് സംഗീതം, കവിത, സാഹിത്യം, പാട്ട്, അങ്ങനെ കലയുടെ വിവിധ രൂപങ്ങളെ അതിലേക്ക് കൊണ്ടുവരാനും ഇതിനെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാനാണ് ബേസിക്കലി. ഇത്തരത്തിലുള്ളൊരു രൂപം ഡോക്യുമെൻ്ററിയിൽ ഇന്ത്യക്കകത്തോ അല്ലെങ്കിൽ പുറത്തോ പരീക്ഷിച്ചതായിട്ടോ അത്തരത്തിലുള്ള ഏതെങ്കിലും അനുഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതായിട്ടോ രാമദാസിന് ഓർക്കാൻ പറ്റും? ഡോക്യുമെൻ്ററി സിനിമകളുടെ കാഴ്ചകൾ തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ തീർച്ചയായിട്ടും അന്വേഷിക്കാറുണ്ട്. അത് ഇന്ത്യൻ ഡോക്യുമെൻ്ററി സിനിമകൾ പലപ്പോഴും പ്രമേയ വൈവിധ്യം കൊണ്ട് പലപ്പോഴും വളരെയധികം അത്ഭുതപ്പെടുത്തുകയും പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും വളരെ ബോൾഡായിട്ടുള്ള, വളരെ
തീക്ഷ്ണമായിട്ടുള്ള കാഴ്ചകളെല്ലാം കൊണ്ടുവരാറുണ്ടെങ്കിലും അത് പലപ്പോഴും പിന്നിലേക്ക് നിൽക്കുന്ന ഒന്ന് ഒരുപക്ഷെ ടെലിവിഷൻ്റെ അമിതമായ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള ഡോക്യുമെൻ്ററികൾ വലിയ രീതിയിൽ പരാമർശിക്കപ്പെടാതെ പോകുന്നത് കൊണ്ടോ ആവാം, വിഷയവൈവിധ്യം കൊണ്ട് വ്യത്യസ്തപ്പെട്ട് നിൽക്കുമ്പോഴും അതിൻ്റെ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫിലിം മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ വൈവിധ്യങ്ങൾ പലപ്പോഴും ഇന്ത്യൻ ഡോക്യുമെൻ്ററികൾക്കകത്ത് തിരഞ്ഞാൽ കിട്ടുന്നത് വളരെ കുറവാണ് എന്നാൽ പക്ഷേ അതേസമയം നമുക്ക് വളരെ വ്യത്യസ്തമായ ഡോക്യുമെൻ്ററി ഇപ്പോൾ ജനനീസ് ജൂലിയറ്റ് പോലെയുള്ള ഡോക്യുമെൻ്ററികൾ അതൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് വന്നിട്ടുള്ള ഡോക്യുമെൻ്ററികളുണ്ട് നമുക്ക് വളരെ വളരെ. പക്ഷേ ഇന്ത്യൻ ഡോക്യുമെൻ്ററികളുടെ ഫോമിനകത്ത് ഞാൻ അത്തരം അന്വേഷണങ്ങൾ നടത്തിയിട്ടില്ല. വാസ്തവത്തിൽ ഈ ഡോക്യുമെൻ്ററി സിനിമയ്ക്ക് വളരെ മുൻപ് തന്നെ ഈ ആർട്ട് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ വൈജാത്യങ്ങളെ മായ്ച്ചു കളയാൻ എന്ത് പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സ്വതന്ത്രമായ അന്വേഷണമായിരുന്നു വാസ്തവത്തിൽ ബിയോണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ബിയോണ്ട് ചെയ്യുന്ന കാലയളവിൽ ഞാൻ പ്രധാനമായിട്ട് എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം, ഞാൻ ഈ വലിയ ഫിലിം ഫെസ്റ്റിവൽസ് അറ്റൻഡ് ചെയ്യാതിരിക്കാനും കൂടുതൽ സിനിമകൾ കാണാതിരിക്കാനുമാണ് ഞാൻ ആ സമയത്ത് ശ്രമിച്ചത്. കാരണം അതിൻ്റേതായിട്ടുള്ളൊരു സ്വാധീനം പോലും വന്നു പോകാത്ത രീതിയിൽ കുറച്ചും കൂടി എന്താ പറയുന്നത് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒന്നായി നിൽക്കണം ആ സിനിമ ഒരു താല്പര്യം അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ എനിക്ക് അങ്ങനെ പറയാൻ എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ പിന്നെ അതിനകത്തുള്ള ഒരു ഫോമിലുള്ള മറ്റൊരു വ്യത്യാസമാണ്, വേണമെങ്കിൽ നമുക്ക് ആളുകളോട് ഇൻ്റർവ്യൂ എടുക്കാമായിരുന്നു. ഒരുപാട് ആളുകൾ ഇതിനകത്ത് സംസാരിക്കുന്നത്, ഇപ്പോൾ മാളവിക ബിന്നി സംസാരിക്കുന്നു, സാറ ജോസഫ് സംസാരിക്കുന്നുണ്ട്, ഗ്രോവാസോട്ടൻ, ഈ പറയുന്ന ഈ സമൂഹത്തിൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പൊതുപരിപാടിയിൽ നിന്നാണ് അത് ഡോക്യുമെൻ്ററിയിലേക്ക് വരുന്നത്. ഇതും ഇതിൻ്റെ ഫോമിൻ്റെ ഭാഗമായിട്ട് ആലോചിച്ചൊരു കാര്യം തന്നെയല്ലേ? ഇൻ്റർവ്യൂ എന്ന് പറയുന്നൊരു ഫോം വേണ്ടെന്ന് ആദ്യമേ തന്നെ തീരുമാനം എടുത്തിരുന്നു. കാരണം ഈ സിനിമ മുഴുവൻ തെരുവിലാണ് സംഭവിച്ചത്. തെരുവിലും അതിൻ്റെ ഒരു പ്രധാന കാരണം പ്രധാനമായിട്ടും ആ സമയത്ത് കോവിഡ് കാലമായിരുന്നു. കോവിഡ് കാലത്ത് ആളുകൾ പുറത്തിറങ്ങി സ്ട്രീറ്റുകൾ അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ മുഴുവൻ എടുത്തു നോക്കിയാലും വീടിനകത്ത് നടക്കുന്ന സംഭാഷണങ്ങളെല്ലാം പെർഫോമൻസ് ആർട്ടിൻ്റെ ഭാഗമായിട്ടാണ്, പെയിൻറ്റിങ്ങും മറ്റേ അതിനകത്തും ബാക്കി എല്ലാ കണ്ടൻറ്റുകളും നമ്മൾ പുറത്തുനിന്ന് എടുക്കുകയാണ്. അപ്പം ഈ ഇൻ്റർവ്യൂ എന്നുള്ളൊരു ഫോമാറ്റ് വേണ്ടെന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നു. ഇതൊരു യാത്ര പോലെ നടന്ന് കാണുന്ന പോലെ നമ്മുടെ തെരുവുകളെ കാഴ്ചയിൽ കണ്ടെത്തുക എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ട് അതിനകത്ത് നോക്കിയത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംഗതി അതിനകത്ത് തീർച്ചയായിട്ടും വേണ്ട എന്നുള്ള തീരുമാനം ആദ്യമേ ഉണ്ടായിരുന്നു. ഞാൻ നമുക്ക് മൂന്നാമത്തെ ഡോക്യുമെൻ്റ് സത്യപ്പുല്ല്, ഇപ്പോൾ ഈ വർഷം വന്നിട്ടുള്ള രാമദാസിൻ്റെ ഐഡിയാസ് ഓഫ് കെയിൽ പ്രദർശിപ്പിച്ച സത്യപ്പുല്ല് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററിയുടെ തുടക്കത്തിൽ ഒരു മിത്ത് പോലെ അല്ലെങ്കിൽ ഒരു വിശ്വാസം പോലെ നമ്മുടെ ഒരു പുല്ല്, സത്യപ്പുല്ല് എന്ന് പറയുന്ന ഒരു പുല്ല് വായിൽ ഇട്ട് കഴിഞ്ഞാൽ വലിയ ശിക്ഷകളിൽ നിന്നും ഒഴിവാകും എന്നൊക്കെ പറയുന്നൊരു മിത്തിൻ്റെ ഒരു സമകാലികമായിട്ടുള്ള ഒരു പ്രസക്തി വേറൊരു തരത്തിൽ അന്വേഷിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണ് സത്യപ്പുല്ല് എന്ന ഈ പേരും ആ മിത്തും അത് പുതിയ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയെക്കുറിച്ച് രാമദാസ് പറയുന്നത്? എൻ്റെ സുഹൃത്തും എഴുത്തുകാരിയും ഒക്കെ ആയിട്ടുള്ള റാഷിദ നസ്രിയുടെ ചില അനുഭവക്കുറിപ്പുകളെ കൂടെയാണ്. അപ്പോൾ അവരുടെ തന്നെ കവിതയാണ് അത് ഉള്ളത്. അപ്പോൾ അതിനകത്തൊരു സത്യാനന്തര കാലത്തെ ശരിയേത് തെറ്റേത് എന്നുള്ളൊരു പിന്നെ വിഷാദമാണ് ആ സിനിമ ഏറ്റെടുത്തത്. അപ്പോൾ അത് വിശ്വാസമായിട്ട് മിത്തുകളായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്നൊരു യാത്ര കൂടിയാണ് അവരുടെ ഉള്ളത്. അതുകൊണ്ട് ഒരു മിത്തിനെ എടുക്കുകയും ആ മിത്തിനെ അതിലേക്ക് കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് ഒരു സത്യാനന്തര കാലത്തെ സമീപിക്കുന്ന രീതിയിലേക്ക് അത് സിനിമയുടെ ഒരു ഫോമിനെ എങ്ങനെ ഏത് രീതിയിൽ വളർത്തിയെടുക്കാമെന്നുള്ളൊരു ശ്രമമാണ് സത്യപ്പുല്ല് വസ്തുതയിൽ നടത്തുന്നത്. അതിനകത്ത് ഫിക്ഷൻ നോൺ ഫിക്ഷൻ നെറേറ്റീവുകളുടെ ഒരു ഇടകലരൽ അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. സത്യത്തിൽ ബിയോണ്ടും മണ്ണും കൃത്യമായിട്ട് നോൺ ഫിക്ഷൻ എന്ന് വിളിക്കാവുന്ന ഫോമുകളാണ്. തീർച്ചയായിട്ടും, കാരണം അത് ഒരുപാട് ആളുകളെ ഉപയോഗിച്ചു, ഷൂട്ട് ചെയ്തു, അല്ലേ, കൃത്യമായിട്ട് കൊറിയോഗ്രാഫി ചെയ്തു. ഇവിടെയാണെങ്കിൽ ഒരു ആക്ടർ, റാഷിദ നസ്രിയ എന്ന് പറയുന്ന ഒരു ആക്ടറെ പോലെ. ആൻ ഫ്രാങ്കിൻ്റെ ഡയറിക്കുറിപ്പുകളുടെ ഒരു ഫോമാണ് അതിനകത്തുള്ളത്. ആൻ ഫ്രാങ്കിലുള്ളൊരു കുട്ടിയുണ്ട്. ഒരു കുട്ടിയുടെ കാഴ്ചയിൽ നിന്നും കൂടിയാണ് ആ സിനിമ സംസാരിച്ചത്. അപ്പോൾ കുട്ടി എന്നുള്ള ഒരു രൂപത്തെ ആദ്യം തന്നെ ഈ മിത്ത് നടന്നു പോകുന്നൊരു കുട്ടിയാണ്. അപ്പോൾ കുട്ടിക്കാലത്തെ നമ്മുടെ അകത്ത് രൂപപ്പെടുന്ന ചിലത് എല്ലാം കൂടെ ചേർന്നാണ്. അപ്പോൾ അത് നമ്മളെ വിഷാദത്തിലേക്ക് മറ്റേ സാമൂഹ്യത. അപ്പം ഇത് വാസ്തവത്തിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ വീക്ഷണങ്ങൾ സത്യപ്പുല്ല് മുന്നോട്ട് വയ്ക്കുമ്പോഴും വ്യക്തി, സമൂഹം, സ്വാതന്ത്ര്യം, പൗരാവകാശം ഇങ്ങനെയുള്ള ചില ആശയങ്ങൾക്കകത്ത് നിന്ന് തീർച്ചയായിട്ടും മനുഷ്യർക്കിടയിൽ മനുഷ്യരുടെ സ്വാഭാവികമായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് സിനിമയ്ക്കകത്ത് അവർ തന്നെ സംസാരിക്കുന്ന പോലെ എനിക്ക് സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് തന്നെയാണ് ഏതൊരു മനുഷ്യനും ചിന്തിക്കുന്നത്. അപ്പോൾ ആ നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്ന രീതിയിൽ നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ കാലാവസ്ഥകളെല്ലാം മാറുമ്പോൾ അതെങ്ങനെ വ്യക്തി എന്നുള്ള രീതിയിൽ ഒരാൾക്കകത്തേക്ക് ഏത് രീതിയിൽ അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അതിനെങ്ങനെ, അതുകൊണ്ട് തന്നെ വ്യക്തി പ്രധാനമായി ആ സിനിമയ്ക്കകത്ത് വന്നത് അതുകൊണ്ട് കൂടെയാണ്. തീവണ്ടി അതിനകത്ത് പ്രധാനപ്പെട്ട
ഒരു രൂപകമായിട്ടും വർത്തിക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ സത്യപ്പുല്ല് എന്ന് പറയുന്ന ആശയമായിട്ട് ഈ തീവണ്ടിയെയും ഈ കവിതയെയും ലിങ്ക് ചെയ്തത്? സത്യപ്പുല്ല് വസ്തുത്തിൽ തീവണ്ടി എന്നുള്ള രൂപകത്തിനകത്ത് നിന്ന് തന്നെയാണ് അത്. അപ്പോൾ തീവണ്ടി, ഞാൻ ഒരുപാട് തീവണ്ടി യാത്രകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഡൽഹി കാലം തൊട്ട് തീവണ്ടികൾ നിരന്തരം യാത്ര ചെയ്യുന്നു. തീവണ്ടി എന്ന് പറയുന്നൊരു വണ്ടിക്ക് മറ്റ് വാഹനങ്ങളോടുള്ള താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു സവിശേഷത, തീവണ്ടിയെ സംബന്ധിച്ചുള്ളത് ഒരേ സമയം നമ്മൾ പ്രണയത്തിൻ്റെ, ആലോചനയുടെ, വായനയുടെ, സൗഹൃദങ്ങളുടെ ഒക്കെ ഒരു തട്ടായിട്ടാണ് നമുക്ക് തീവണ്ടി അനുഭവപ്പെടുക. തീവണ്ടിക്കകത്ത് അത് മാത്രമല്ല, ഇന്ത്യയുടെ വൈജാത്യങ്ങളെ ഇതുപോലെ കൊണ്ടുപോയി. ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന്, ഇപ്പോൾ കേരളത്തിൽ നിന്ന് വണ്ടി കയറി ഇരുന്ന് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് വേറെ സ്ഥലം ഭാഷ മാറുന്നു, വസ്ത്രം മാറുന്നു, ഭക്ഷണം മാറുന്നു. തീർച്ചയായിട്ടും അതുപോലെ ഭക്ഷണം അതിനകത്ത് വളരെ മാറ്റം എനിക്കൊന്നും എൻ്റെ സിനിമയുടെ സ്വഭാവത്തിലുണ്ട്. അതായത് പണ്ട് അങ്ങനെയാണ് തീവണ്ടിയുടെ ശബ്ദം ഉണ്ടായിരുന്നത്, ഇപ്പോഴത് അങ്ങനെ മാറുന്നു, ഇപ്പോഴത് അങ്ങനെ മാറുന്നു എന്നുള്ളത് അതിനെ കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. തീവണ്ടിയുടെ അതേ രൂപത്തിൽ കൂടെയാണ് ആ സിനിമ പൂർണ്ണമായിട്ടും നമ്മൾ സഞ്ചരിച്ചത്. അത് തീവണ്ടി യാത്രയിൽ ഒരു കാണുന്ന പോലെ ഇന്ത്യയെ ഇങ്ങനെ. അപ്പോൾ ഞാൻ ഒരേ രീതിയിൽ കാണുകയാണെങ്കിൽ തീവണ്ടി എന്നുള്ളത് ഒരേ സമയം ഈ രീതിയിൽ നമ്മൾ അനുഭവപ്പെടുന്ന തീവണ്ടി, സഞ്ചാരി എന്നുള്ള രീതിയിൽ അനുഭവപ്പെടുന്ന തീവണ്ടിയിൽ കയറിയാൽ ഇപ്പോൾ പൊതുവേ നമ്മളെടുത്തൊരു പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ അടുത്തുള്ള ആളോട് സൗഹൃദം കൂടും, ചങ്ങാത്തം കൂടും. ഇപ്പോൾ ഇവരുടെ തന്നെ പ്രണയം സംഭവിക്കുന്ന തീവണ്ടിക്കകത്തു നിന്നാണ്. കാഴ്ചകളാണ്, ഭക്ഷണമാണ്, ഇങ്ങനെയൊക്കെയാണ്. പിന്നെ കയറി വരുന്ന ആളുകളാണ്, മാറ്റങ്ങളാണ്, കൗതുകമായ കുറേ കാഴ്ചകളും കൂടിയാണ് തീവണ്ടി. അതേസമയം തീവണ്ടി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പൊതു ഇതിലെടുത്തു കഴിഞ്ഞാൽ അത് പലായനങ്ങളുടെ, വിഭജനത്തിൻ്റെ, വേദനയുടെയൊക്കെ ഒരു വലിയ ചരിത്രം. അത് പ്രത്യേകിച്ച് സൗത്ത് ഏഷ്യ മുഴുവൻ നിലനിൽക്കുന്ന ഇത് മാത്രമല്ല, മറ്റൊന്ന് കൊളോണിയൽ കാലം ഇന്ത്യക്ക് കൊടുത്ത ഒരു സംഗതി കൂടിയാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശരാഷ്ട്ര സങ്കല്പത്തിന് ചേർത്ത് നിൽക്കുന്നതിൽ ഈ വണ്ടിക്കൊരു ഇതുണ്ട്. ഈ ഡോക്യുമെൻ്ററികൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ എത്ര സ്ക്രീനിങ്ങുകൾ നടത്തി, എത്ര പേര് കണ്ടു? ഇതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ വലിയ തരത്തിലുള്ള പ്രയാസം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇത്രയും സീരിയസ് ആയിട്ട് ആലോചിക്കുകയും ഇത്രയും അതിൻ്റെ ആർട്ട് ഫോമിനെ തന്നെ പരിഷ്കരിക്കാനായിട്ട് നിരന്തരം അന്വേഷിക്കുകയും അലയുകയും ഒക്കെ ചെയ്തിട്ടാണ് നമ്മളൊരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ കേരളത്തിൽ ഈ ഡോക്യുമെൻ്ററി എന്ന് പറയുന്ന ഒരു ഈ സിനിമയിലൊരു വിഭാഗത്തിന് ലഭിക്കുന്നൊരു പരിഗണന എന്താണ്? യഥാർത്ഥത്തിൽ നമ്മുടെ വലിയ കൊട്ടിഘോഷിക്കപ്പെട്ട, അല്ലെങ്കിൽ കേരളം ഇന്ത്യയിൽ എല്ലായിടത്തും അല്ലെങ്കിൽ മാതൃകയായിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പറയുന്നത് വലിയ, നേരത്തെ പറഞ്ഞതുപോലെ വലിയ മൂല്യം അതിനുണ്ട് താനും. അതിൻ്റെ 30ാമത്തെ IFFK ആണ് നമ്മൾ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മുടെ IFFKയിൽ ഇന്ത്യയിലെ മറ്റ് പല ചലച്ചിത്രോത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഡോക്യുമെൻ്ററികൾ നമ്മൾ കാണിക്കുന്നില്ല. ഡോക്യുമെൻ്ററി സ്വഭാവത്തിലുള്ള സിനിമകൾ പോലും പലപ്പോഴും വരുന്നില്ല. അതുപോലെ തന്നെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിലും ഡോക്യുമെൻ്ററികൾ വരുന്നില്ല. എന്തുകൊണ്ടാണ് ഡോക്യുമെൻ്ററി ഇങ്ങനെ ഏറ്റവും ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഗവൺമെൻറ് അടക്കം ഈ രീതിയിൽ ഒരു 2ാം നിരയായിട്ടോ അല്ലെങ്കിൽ 3ാം നിരയായിട്ടോ കാണുന്നത്? മാഷ് പറഞ്ഞ പോലെ അതാണ് നിരന്തരമായിട്ട് നമ്മൾ ഉന്നയിക്കുന്ന ഒരു ആവശ്യം. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ദേശീയ ചലച്ചിത്ര അവാർഡിൽ മലയാളത്തിൽ നിന്നുള്ളൊരു ഡോക്യുമെൻ്ററിക്ക് ഇത്തവണ പരാമർശം ലഭിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഡോക്യുമെൻ്ററികൾ പുറം സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ ഇന്ത്യൻ ഡോക്യുമെൻ്ററികൾ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കേരളം എന്ന് പറയുന്നൊരു സ്ഥലത്ത് വന്നാൽ നമുക്ക് അഭിമാനപൂർവ്വം പറയാം. ഇപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ ചലച്ചിത്ര അക്കാദമിയുടെ മേളകളിൽ കൂടിയാണ് എൻ്റെ സിനിമ കാഴ്ച രൂപപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും IDSFFK പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവൽ കേരളത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളത്, പിന്നെ ഒരുപക്ഷെ MIFFൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവൽ, സയൻസും ഉണ്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചലച്ചിത്ര മേളകളിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തുള്ള ഡോക്യുമെൻ്ററി ഫിലിം മേക്കേഴ്സൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി കാണുന്ന IDSFFK പോലെ ചലച്ചിത്ര മേള നമുക്ക് 17-18 വർഷങ്ങളായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിൽ ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത്, ഡോക്യുമെൻ്ററി ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സെക്കൻഡറി ആർട്ടായിട്ടാണ് അത് കണ്ടിട്ടുള്ളത്. അതിനെ ഒരു ആർട്ടായിട്ട്, ഒരു ചലച്ചിത്രം എന്നുള്ള രൂപത്തിനകത്തുള്ള ഒരു ജോണർ എന്നുള്ള രീതിയിൽ അതിനെ കാണാൻ നമുക്ക് പറ്റിയാൽ മാത്രമേ. അതുകൊണ്ട് ഇപ്പം ചെറിയൊരു കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ IDSFFKയിൽ നമുക്കിപ്പോഴും ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ വിഭാഗം ഇല്ല. ഇപ്പോൾ എൻ്റെ തന്നെ സിനിമ ജാഫ്ന ഫിലിം ഫെസ്റ്റിവലിൽ ബിയോണ്ട് ഹേറ്റഡ് പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ ആ വർഷം IFFKയിൽ കേരളത്തിൽ സ്ക്രീൻ ചെയ്ത സിനിമകൾക്കൊപ്പമാണ് പ്രദർശിപ്പിച്ചത്. ധാക്കയിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് ഡോക്ടർ ബിജുവിൻ്റെ പോർട്രേറ്റും കൂടി ഉൾപ്പെടുന്ന ലോക സിനിമ വിഭാഗത്തിലാണ്.
അവിടെ ഈ ഇത്തരം വിവേചനങ്ങളില്ല. കേരളത്തിൽ വരുമ്പോൾ ഇത് രണ്ടായിട്ടാണ്. ഇപ്പം എൻ്റെ സിനിമയെ പറ്റി മാത്രമല്ല, ഈ വർഷത്തെ IDSFFKയിൽ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ വന്നിട്ടുള്ളതാണ് അഭിജിത്തിൻ്റെ ആയാം രേവതി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സിനിമ. വളരെ ആളുകൾ വളരെ താല്പര്യത്തോടു കൂടി കണ്ട സിനിമയാണ്. ആ സിനിമ വാൻകൂവർ പ്രധാനപ്പെട്ട 10 ചലച്ചിത്രമേളകൾ എടുത്താൽ വരുന്ന വാൻകൂവർ ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട സിനിമയാണ്. ഇല്ല, അതെവിടെയും നമുക്ക് രണ്ടാമതൊരു സ്ക്രീനിങ് കിട്ടാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൽ വലിയൊരു തിരുത്തൽ വരേണ്ടതുണ്ട്. ചലച്ചിത്ര അക്കാദമി അവാർഡിൽ വരേണ്ടത്. ഈ അവാർഡുകളിലും ഇതിലും മാത്രമല്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഇപ്പം കേരളത്തിലെ ആയാലും ഇന്ത്യയിലായാലും ഡോക്യുമെൻ്ററി ഫിലിം മേക്കിംഗ് എപ്പോഴും ഒരു മാർജിനലൈസ്ഡ് സമൂഹത്തെ അല്ലെങ്കിൽ പലപ്പോഴും സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട രാഷ്ട്രീയ ശബ്ദങ്ങളെ, സാമൂഹ്യ ശബ്ദങ്ങളെയൊക്കെയാണ് ഇത് ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഗ്രാൻറ്റുകൾ ഉണ്ടാവും. ഇപ്പം IFFKയിൽ മലയാള സിനിമ പ്രദർശിപ്പിക്കപ്പെടുന്ന മലയാള സിനിമകൾക്ക് മലയാള വിഭാഗത്തിലുള്ളവർക്ക് 2 ലക്ഷം രൂപയോളം അവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ നിരന്തരം എൻ്റെ 3 സിനിമകളും വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു കാര്യമില്ല. മലയാള വിഭാഗത്തിന് വേണ്ടി മാത്രം ഒരു കോമ്പറ്റീഷൻ ഇല്ല, അതിനെ ഏറ്റെടുക്കാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ 2 തിരുത്തലുകൾ കേരളത്തിൽ അത് തീർച്ചയായിട്ടും വേണം. മാത്രമല്ല, നമുക്കിപ്പം എന്താ പറയുന്നത്, ചലച്ചിത്ര അക്കാദമിക്ക് അപ്പുറത്ത് ഇതുപോലുള്ള ഗ്രാൻറ്റുകളോ ഒക്കെ ഉള്ള അത്തരം സാധ്യതകളിൽ കൂടി മലയാളത്തിലെ ഡോക്യുമെൻ്ററികളെ കുറേ കൂടി, കാരണം മലയാളത്തിലെ ഡോക്യുമെൻ്ററികൾ ലോക ചലച്ചിത്രമേളകളിൽ ഇപ്പം ഞാൻ തന്നെ അതായിട്ട് യാത്ര ചെയ്ത ആളാണ്. ലോക ചലച്ചിത്രമേളകളിലും അത് വലിയ രീതിയിൽ പ്രദർശിപ്പിക്കപ്പെടുകയും അംഗീകാരം കിട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പലപ്പോഴും നമ്മുടെ സ്വന്തം നാട്ടിൽ അവഗണിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെ ഒന്ന് മാറ്റിയെടുക്കുക. ചലച്ചിത്ര അവാർഡിലും, സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ ദേശീയ അവാർഡിനെ പോലെ തന്നെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിലേക്കും ഈ ഡോക്യുമെൻ്ററികളെ കൊണ്ടുവരിക. ഈ രീതിയിൽ ഡോക്യുമെൻ്ററികൾക്ക് ഒരു സാധ്യത കേരളത്തിൽ തുറന്നെടുക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തുനിന്നും ഒക്കെ കൂടി അത് ഉണ്ടാവേണ്ടതുണ്ട്. നമുക്ക് വലിയൊരു ഡോക്യുമെൻ്ററി കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് ഡോക്യുമെൻ്ററികൾക്ക് കൂടുതൽ പ്രദർശന സ്ഥലങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ ഡോക്യുമെൻ്ററിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ സംസ്ഥാന ചലച്ചിത്ര അവാർഡിനൊപ്പം ഉണ്ടാകുന്നു. IFFKയിലും ഒന്നുമില്ലെങ്കിൽ IDSFFK നിർത്തുകയല്ല, അതിനകത്ത് സെലക്ട് ചെയ്തിപ്പെടുന്ന സിനിമകൾ പ്രദർശിപ്പിക്കാനൊരിടം എന്ന നിലയിലെങ്കിലും പ്രത്യേകമായിട്ടൊരു വിഭാഗം ഉണ്ടാകുന്നു. ഈ തരത്തിലൊക്കെ ഫീച്ചർ സിനിമകൾക്കൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു, മാത്രമല്ല നമ്മുടെ ഫീച്ചർ സിനിമകളിലേക്ക് പോലും ഇപ്പോൾ ഡോക്യുമെൻ്ററിയുടെ ഒരുപാട് കാര്യങ്ങളാണ് ഫീച്ചർ സിനിമയിലേക്ക് കടന്നു വളരെ യഥാർത്ഥമാവുക പോലുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും നമ്മുടെ ഈ സംസാരം നമുക്ക് അവസാനിപ്പിക്കേണ്ടുന്ന ഒരു സമയമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ അദ്ദേഹത്തിൻ്റെ രാംദാസിൻ്റെ 3 സിനിമകളിലൂടെയും നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡോക്യുമെൻ്ററി അടക്കമുള്ള രൂപങ്ങൾക്ക്, സിനിമയിലെ മറ്റു രൂപങ്ങൾക്ക് നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിലും ISFFKയിലും അടക്കം അതുപോലെ കാണികളെ ലഭിക്കാതിരിക്കുന്ന ഉത്കണ്ഠകൾ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഈ വ്യക്തികൾ വീക്ഷണങ്ങൾ എന്ന് പറയുന്ന ഈ പരിപാടിയിൽ പ്രിയപ്പെട്ട സംവിധായകൻ രാംദാസ് കടവല്ലൂരാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ചിട്ടും പൊതുവിൽ ഡോക്യുമെൻ്ററിയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചത്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ഉണ്ടായതിന് എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയും.